ഹായ് ഓൾ ദിസ് കോക്ക് സൂപ്പർ ജിന്ദഗി ഡയറക്ടർ വിൻറ്റേഷ് റൈറ്റേഴ്സിൽ വിൻറ്റേഷ് ഉണ്ട്, അതുപോലെ തന്നെ പ്രജിത് രാജ്. ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് അഭിലാഷ് ശ്രീധരൻ. ചില ഡയലോഗ്സ് ഒക്കെ കൊള്ളാം. മ്യൂസിക്കും ഒറിജിനൽ സ്കോറും ചെയ്തിരിക്കുന്നത് സൂരജ് എസ് കുറുപ്പാണ്. പാട്ടിൻ്റെ കാര്യം പറയുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ജിം 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 കുറേ ബീറ്റ് ഇങ്ങനെ കേൾക്കാം. അതുപോലെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ ഫീനിക്സ് പ്രഭു. എൻ്റെ പൊന്നോ, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. മറ്റുള്ള ടെക്നീഷ്യൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പോക്കാം. ടൈറ്റിൽ കാർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും സിനിമയുടെ ഒരു നിലവാരം. നല്ല കൂറ ടൈറ്റിൽ കാർഡ്. കൈൻ മാസ്റ്ററിൽ ഇതിലും സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. നായകൻ്റെ വരവാണ്. നായകൻ മറ്റാരുമല്ല, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. സിദ്ധു എന്നാണ് നമ്മുടെ നായക കഥാപാത്രത്തിൻ്റെ പേര്. സിദ്ധുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിക്കും പോകാതെ വീട്ടിലിരുന്ന് വെട്ടി വിഴുങ്ങുന്ന ഒരാൾ, ഒരു യുവാവ്. കൂടാതെ കാമുകിയുണ്ട്. കാമുകിയെ ഊറ്റി ജീവിക്കുന്ന ഊള, അതാണ് സിദ്ധുവിന് ഒന്നിനും വയ്യ, തീരെ വയ്യ. നിലത്ത് കിടക്കുന്ന പത്രം കുനിഞ്ഞെടുക്കാൻ വയ്യാത്തതുകൊണ്ട് കാല് കൊണ്ടെടുത്തിട്ട് വായിക്കുന്ന ആളാണ് സിദ്ധു. അപ്പോൾ സിദ്ധുവിൻ്റെ റേഞ്ച് മനസ്സിലായല്ലോ. കൂടാതെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ പണക്കാരനാവണം, ബിസിനസ് തുടങ്ങണം, ഇതൊക്കെയാണ് സിദ്ധുവിൻ്റെ റേഞ്ച്. 17 കിലോ, എവളോ 17 കിലോ തൂക്കം കുറയ്ക്കണമെന്ന് സിദ്ധുവിൻ്റെ കാമുകി തന്നെ പറയുന്നുണ്ട്. സിദ്ധുവിൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാർവതി നായർ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ഒരു കാര്യമില്ല. കൂടാതെ അമ്മയായിട്ട് ശ്രീജ രവിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയ കാലത്ത് മലയാളത്തിലെ മിക്ക നായികമാർക്ക് ശബ്ദം കൊടുത്ത് വളരെ ഫെമിലിയറാണ് ഈ ശ്രീജ രവിയുടെ ശബ്ദം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീജ രവിക്ക് തന്നെ സ്വയം ശബ്ദം കൊടുക്കുമ്പോഴും ഭയങ്കര അരോചകം, ഭയങ്കര മിസ്മാച്ച്. ഇത് ഭയങ്കര ഐറോണിക്കലായിട്ടുള്ള കാര്യമാണ്. അതിനോ സ്വന്തം ശബ്ദം സിനിമയിൽ ചേരാതെ വരിക. കാരണം അത്രയും കാലം മറ്റ് നടിമാർക്ക് ശബ്ദം കൊടുത്ത് യൂസ്ഡ് ആയിപ്പോയി. യഥാർത്ഥത്തിൽ ശ്രീജ രവിക്ക് വേറെ ആരെങ്കിലും കൊണ്ട് ശബ്ദം കൊടുപ്പിക്കണം. സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് കർണാടകയിലെ പ്രാന്തപ്രദേശങ്ങൾ, അതുപോലെ നഗരങ്ങളൊക്കെ തന്നെയാണ്. ഒരു കൊഠൂര വില്ലനെ കാണിക്കുന്നുണ്ട് ഓപ്പണിംഗ് സീനിൽ തന്നെ. പേടിക്കണം നമ്മൾ. വില്ലനെ അങ്ങനെ കൊഠൂര വില്ലനാണ്. കുട്ടികളൊക്കെ കരയുന്നു, വില്ലൻ. പിന്നീട് അങ്ങോട്ട് മുഴുവൻ കർണാടകയുടെ വിവിധ പ്രദേശങ്ങൾ. മുകേഷ് ഏട്ടൻ്റെ എൻട്രി, വളച്ചെടുക്കരുത് കേട്ടോ. മുകേഷ് ഏട്ടൻ വരുന്നു. മുജീബിക എന്നാണ് മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പുള്ളി ആസ് യൂഷ്വൽ പുള്ളിയുടെ സ്വതസിദ്ധമായ നൈസർഗികമായ ശൈലിയിൽ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ കൊള്ളായിരുന്നു. പുള്ളി നല്ല ടൈമിംഗ് ആണല്ലോ. പുള്ളിയുടെ ചില ഡയലോഗ്സ് കണ്ട് കൊല്ലാതിരിക്കാൻ പറ്റുമോടേ എന്നൊക്കെ പറഞ്ഞിട്ട്, പൈത്തഗോറ സിദ്ധാന്തം അറിയില്ലടേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പോകുന്നുണ്ട്. കൂടെ ധ്യാനും കട്ടൊക്കെയുണ്ട്. ധ്യാനും മുകേഷ് ഏട്ടനുള്ള സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ റിയൽ ലൈഫിൽ സംസാരിക്കൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നു. ഇവർ രണ്ടുപേരും തന്നെ കുറേ സമയം കുറേ യാത്രകളൊക്കെ ആണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് പരസ്പരം. അങ്ങനെ ധ്യാനും മുകേഷ് ഏട്ടനും ഇങ്ങനെ സംസാരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. അതിനിടയ്ക്ക് ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ധ്യാനിന് ഫോൺ വരും. ഇതേ ഒരു വെറുപ്പിക്കൽ റിംഗ് ടോണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ 5 മിനിറ്റ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ സുപ്രധാനമായിട്ടുള്ളൊരു എൻട്രി ഉണ്ട്. മറ്റാരുമല്ല, കലേഷ് രാമാനന്ദ്. ഇപ്പോഴ് ധ്യാൻ എടുത്താൽ പുള്ളി ഫ്രീ ആണ്. കലേഷ് രാമാനന്ദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിയില്ല, അത് മറ്റാരുമല്ല, നമ്മുടെ സെൽവൻ. അവനൊക്കെ പൊറാമ ഇരിക്കട്ടാ, പൊറാമൈ. അങ്ങനെ ഇങ്ങനെ പോവുകയാണ് സിനിമ മുന്നോട്ട്. ജോണി ആൻ്റണി ചേട്ടനൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം ഇതിലെന്താ തവളക്കണ്ണൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അദ്ദേഹം എന്തോ ഉടായ്പ ക്യാരക്ടറാണ്. പിന്നെ മൈസൂർ, ബാംഗ്ലൂർ, നാഗമണ്ഡല, ബേരിയ, നമ്മുടെ റോക്കി ബായുടെ സ്ഥലം. ഇങ്ങനെ കർണാടകയിലെ വിവിധ സ്ഥലങ്ങൾ കാണിക്കുന്നു. ഋതുമന്ത്രയൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ എന്തൊക്കെയോ പാട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുണ്ട്. പിന്നെ എന്തോ ഐറ്റം ഡാൻസൊക്കെ പോലെ എന്തൊക്കെയോ കുറേ മൈസൂരുള്ള സെറ്റപ്പ് അറിയാലോ, അതുപോലത്തെ സെറ്റപ്പിൽ കുറേ പേര് എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ സുരേഷ് കൃഷ്ണയുണ്ട്. സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ ഡാവിഞ്ചി. പുള്ളി നൈസായിരുന്നു. പുള്ളി കോമഡി ചെയ്യുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. പുള്ളി ഇങ്ങനെ എന്തൊക്കെയോ കോമഡി കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ കോമഡി കുറച്ച് രസമുണ്ടായിരുന്നു. പുള്ളി ഒരു ഗ്രനേഡിൻ്റെ അകത്തുനിന്ന് പുള്ളി എന്തൊക്കെയോ പൊടിയൊക്കെ തട്ടി കഴിക്കണൊക്കെ ഉണ്ട്, അതൊക്കെ രസമായിരുന്നു. ധ്യാൻ്റെ ക്യാരക്ടർ സിദ്ധു ഭയങ്കര മടിയനാണെങ്കിൽ ഇതിൽ ധ്യാനിന് കുറച്ച് ഓടേണ്ട വന്നിട്ടുണ്ട്. ധ്യാനിങ്ങനെ ഓടണുണ്ട്, കാട്ടിൽക്കൂടെയും മേട്ടിൽക്കൂടെയൊക്കെ ഇങ്ങനെ ധ്യാനിങ്ങനെ കുറച്ച് ഓടേണ്ട വന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ഫൈറ്റ്, അതിൽ ധ്യാനും മുകേഷ് ഏട്ടനൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയ ഫൈറ്റ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഫീനിക്സ് പ്രഭുവിൻ്റെ പരിപാടി.
പുലിമുരുകൻ ഫ്രം നാപ്റ്റോൾ. പുലിമുരുകനിലെ പോലെ ഫൈറ്റാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ആരൊക്കെയോ കുറേ കരിയിലെയും ചപ്പൊക്കെ വാരി എറിയുന്നുണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ. എന്നിട്ട് കുറേ ആൾക്കാർ ഇത് പുലിമുരുകനിലെ ഒരു ഒരു സെറ്റപ്പാണ്, ഒരു കാട്ടിൽ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കച്ചറ പരിപാടിയാണ്. സ്റ്റോറിയൊന്നും ഞാൻ പറയുന്നില്ല, സ്റ്റോറി പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു സിനിമ, യെറ്റ് അനദർ ഫ്രൈഡേ ബംബ്ലാസ്റ്റ് ഫോർ ധ്യാൻ. അതാണ് നമ്മുടെ സൂപ്പർ സിന്ദഗി.